ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വമ്പൻ ഹൈപ്പിലെത്തിയ പല സിനിമകളും തിയേറ്ററുകളിൽ പരാജയം സംഭവിക്കുന്നത് നാം എല്ലാവരും സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആരും അറിയാതെ പോയ ഒരു കാര്യമുണ്ട്. പല സിനിമകളും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും പല സിനിമകളും ബോക്സ് ഓഫീസ് മുന്നേറിയിട്ടുണ്ട്. മോഹൻലാലിനെ നായകനാക്കി ശ്രീകുമാർ ഒരുക്കി വലിയ പ്രതീക്ഷയിൽ വന്ന ചിത്രമാണ് ഓടിയൻ. 2018 വന്ന ചിത്രം പ്രതീക്ഷിച്ച രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായില്ല. ആദ്യ ദിനം നല്ലൊരു കളക്ഷനായി 6.7 കോടിയോളം ലഭിച്ചിട്ടുണ്ട്. അന്ന് അത് വലിയൊരു റെക്കോർഡ് ഓപ്പണിംഗ് ആയിരുന്നു. കേരളത്തിലും വേൾഡ് വൈഡും OTTയുമായി 100 കോടിയോട് അടുപ്പിച്ച് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 100 കോടി മുടക്കി മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം വലിയ ആഘോഷത്തോടെയാണ് റിലീസായത്. എന്നാൽ ചിത്രം വലിയൊരു മിക്സഡ് പരാമർശങ്ങളും ഡീഗ്രേഡിങ്ങും ഉണ്ടായി. വേൾഡ് വൈഡ് കളക്ഷനായി 50 കോടിയോട് അടുപ്പിച്ച് ലഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് CBI 5ാം ഭാഗം. മലയാളത്തിലെ ആദ്യ 5ാം ഭാഗം ചിത്രമായിരുന്നു CBI 5. റിലീസിനു ശേഷം പല മിക്സഡ് ആയ റിവ്യൂസും വന്നിരുന്നു. ഈ ചിത്രത്തിന് നെഗറ്റീവ് ഡീഗ്രേഡിംഗ് നടന്നിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിത്രം 36 കോടിയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമായിരുന്നു മാമാങ്കം. നല്ല ഓപ്പണിംഗ് ഓടെ വന്ന മാമാങ്കം പല നെഗറ്റീവ് കമൻസുകളും വന്നിരുന്നു. ചിത്രത്തിൻ്റെ കളക്ഷനെ പറ്റി നഷ്ടമല്ലാത്തൊരു തുക ലഭിച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോയും ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.